സെൻസർ ബോർഡ് ഓഫീസർ ആരാധന പോലും അറിയില്ല. അവരായിട്ടുള്ള ഇൻഫ്ലുവൻസ്. സെൻസർ ബോർഡിന്റെ കാര്യം പറഞ്ഞു. സെൻസർ ഇഷ്യൂസ് കാരണമാണ് കുറച്ച് വൈകിപ്പോയത് റിലീസായത്. സെൻസർ ബോർഡ് ഓരോ സിനിമകളിൽ വലിയ വലിയ സിനിമകളിൽ കട്ടിങ് നടത്തുന്നില്ല. ചെറിയ സിനിമകളിലൊക്കെ പല സിനിമകളിലും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വയലൻസ് ആയാലും അല്ലെങ്കിലും. അപ്പോൾ സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തുന്നതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് വളരെ സമൂഹത്തിന് ചില യാർഡ് സ്റ്റിക്കുകളുണ്ട്. ഇന്നത് ഒരു കുട്ടി കാണാൻ പാടില്ല, ഇന്നത് ഇത്ര വയസ്സായിട്ടുള്ള കുട്ടികളെ കാണാൻ പാടുള്ളൂ എന്നുള്ള അതിനാണല്ലോ പറഞ്ഞത്. അണ്ടർ 13, 18, പാരന്റൽ ഗൈഡൻസ് ഇങ്ങനെയൊക്കെ പറയുന്നതിലും ക്ലോസ് ഉണ്ട് അതിനകത്ത്. അപ്പം അണ്ടർ 16 വിത്ത് പാരന്റൽ ഗൈഡൻസ്. അപ്പം പാരൻസ് വേണം. ഒറ്റയ്ക്ക് ആ കുട്ടിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നോ ചിൽഡ്രൻ, 18 താഴ്ത്താണെങ്കിൽ കൊണ്ടുമില്ല. അപ്പം അങ്ങനെയുള്ള പടങ്ങൾ നമ്മളിപ്പോൾ റീസെൻ്റ് കണ്ടതാണ്. ഉണ്ണിയുടെ മാർക്കോന് അത് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഒറ്റ കുട്ടികൾക്ക് കയറി കാണാൻ പറ്റില്ല. സോ അത് കറക്റ്റാണ് ചെയ്യുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താ പേരെന്ത്, ബിൻഷ ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. എവിടെയോ ഒരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരും. ഞാൻ എൻ്റെ കീർത്തിചക്ര ഒരു കാര്യം പറയും. കീർത്തിചക്ര എന്ന പടത്തിനകത്ത് ഒരു 20 മിനിറ്റ് റേപ്പ് സീക്വൻസ്. ഞാനത് ഷൂട്ട് ചെയ്ത് ഇത് തിയേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വിഷയം മുഴുവൻ അതായിരുന്നു ആ റേപ്പ് സീക്വൻസ് ഇവർ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അന്ന് ഞാൻ ആദ്യത്തെ ഡയറക്ടറാണ്. എനിക്ക് സെൻസർ ബോർഡ് ഓഫീസർ ആരാധന പോലും അറിയില്ല. അവരായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ഞാൻ പുറത്ത് ഒരു സാധാരണ ഡയറക്ടറെ പോലെ ഇപ്പം സക്കീറൊക്കെ ഇരുന്ന പോലെ നമ്മൾ സൈഡിലൂടെ ഇരിക്കുന്നുണ്ട് കലാഭവൻ്റെ മുന്നിൽ. അവിടെ ഇരുന്ന് ഒരു പടം കണ്ടിട്ട് എല്ലാവരും അകത്തോട്ട് പോയി. അന്ന് ഗണേശൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ മെമ്പറായിട്ട് അങ്ങനെ 2-3 ലേഡീസ് ഉണ്ട്, 2 പേര്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരെന്നെ വിളിക്കുന്നില്ല. അപ്പം ഈ 1/2 മണിക്കൂറിൽ ഇവർ ഡിസ്കഷനാണ്. വാട്ട് വിൽ വി ഡു, ഈ സിനിമയ്ക്ക് അത് എന്ത് ചെയ്യാം. എൻ്റെ പേടി മുഴുവൻ എന്താണ്, റേപ്പ് സീക്വൻസ് എവിടെയൊക്കെ കട്ട് ചെയ്യും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വരുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ചില കൺഫ്യൂഷനിലാണ്. ഞാൻ പറഞ്ഞത് റേപ്പ് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു. അതല്ല, ഇതിപ്പോൾ ഏത് ലാംഗ്വേജിൽ സെൻസർ ആയിരുന്നു, ഇതായിരുന്നു ഒരു പ്രശ്നം. അതിനകത്ത് മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു അത് മോഹൻലാലല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ ഇതാണ്. ഓക്കെ, UA എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് ആ റേപ്പിനെ കുറിച്ച്. അപ്പോൾ അവിടെ സാറ തോമസ്, ഐ തിങ്ക് സം ലേഡി വാസ്, രവി ഡോണ്ട് കട്ട് എ സിംഗിൾ ഇഞ്ച് ഫ്രം ദാറ്റ്. ഒരു ലേഡിയാണെങ്കിൽ പറയും, അവർ സോഷ്യലി വുമൻ എംപവർമെൻറ്റ് അതെല്ലാം പറഞ്ഞു നടക്കുന്ന ആ ലേഡി എൻ്റെ അടുത്ത് 1 ഇഞ്ച് പോലും എന്നെ കട്ട് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞു വയ നോ, ആ അട്രോസിറ്റി നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ റേപ്പാണ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് ഞാൻ ബ്ലൗസ് വിരിച്ച് കയറുന്നതൊന്നല്ല കാണിച്ചിരിക്കുന്നത്, ഞാൻ ആ പെൺകുട്ടിയുടെ ഫേസാണ് കാണിച്ചത്. ഒരു പെൺകുട്ടിക്ക് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവളുടെ ഫേസിലാണ് അവളുടെ എഗണി കാണുന്നത്, അവളുടെ കണ്ണിലാണ്, അവളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ, ആ കണ്ണീരിലാണ് നമ്മുടെ വികാരം. അല്ലാതെ അതൊരു സെക്ഷൽ വികാരം അല്ലാതെ ആ ഒരു അട്രോസിറ്റിയാണ് വരേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് കട്ട് എനിത്തിങ്. സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ സരിത തിയേറ്ററിൽ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ 16 അടി കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഫുൾ ഫാമിലി നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു എംബറാസ്മെന്റ് പോലെ. അപ്പം യു കനോട്ട് ഫുള്ളി പുട്ട് ദ ബ്ലെയിം ഓൺ ടു ദ സിസ്റ്റർ ഓൾസോ. അതും ശരിക്കും പറഞ്ഞാൽ അത്രയും വൾഗറായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ഓരോ സ്ഥലത്ത് പാർഷ്യാലിറ്റി കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ. അപ്പോൾ അത് ആവശ്യമുള്ള ചരിത്രം അത് പറയണത് ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണ്ടതല്ലേ? അത് സിനിമയിലായാലും ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണം. പക്ഷെ അവിടെ എന്താണ്, ആര് പറഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്തത്?